ഇപ്പൊ നീ പെണ്ണ് കാണല് ക്യാൻസൽ ആയിന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടിലെ ഒരു കിളവൻ കുറച്ചു മുമ്പേ മരിച്ചു പോയെന്ന്. മരിച്ച വീട്ടില് നമ്മൾ എങ്ങനെ പെണ്ണ് കാണാൻ പോവാ? ആര് മരിച്ചു എന്ന് പറഞ്ഞാലും ഇന്ന് എന്തായാലും നമുക്ക് പെണ്ണിനെ കണ്ടേ പറ്റൂ. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? നിങ്ങളുടെ പേരറിയാൻ വേണ്ടിട്ടാ. എന്റെ പേരറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ? പേരറിയാണെങ്കി എന്നെ പരിചയപ്പെടുത്താലെന്ന് വെച്ചിട്ടാ. കണ്ണടച്ചോ, ഞാൻ പറയാം. രമണി, ആ കാപ്പി എടുത്ത് കൊടുക്കുമോളെ. കൂടെ എനിക്കൊരു സ്ട്രോങ് കാപ്പിതാ. നല്ല തലവേദന. ആ കാപ്പിയിൽ ഇത്തിരി ശർക്കര ഇട്ടാ മതി. ഷുഗർ ഉണ്ട്. കുറച്ച് ചൂട് കുറച്ച് വേഗം എടുക്കാൻ പറ. അയ്യോ, കരഞ്ഞു കരഞ്ഞ് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങിയേ. എന്റെ ചേട്ടാ, എന്തായാലും എന്നെ ഇട്ടേച്ചു പോയല്ലോ. എന്തായാലും ഇത്ര വേഗം എന്തിനാ എന്നെ ഇട്ടേച്ചു പോയത്? ഞാൻ നിങ്ങളെ പൊന്നുപോലെ അല്ലായിരുന്നോ നോക്കിയിരുന്നത്? അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യായേ. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്റെ ഈശ്വരന്മാരെ? അവർക്കൊക്കെ കൊടുക്ക. നമ്മള് രണ്ടാളും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചത് എനിക്ക് ഓർമ്മ വരിക. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള് കിടക്കണ്, ഞാൻ കാപ്പി കുടിക്കണ്. ഇത് കുറവാണല്ലോ. എടുത്തോളൂ. അങ്ങനെ വേണ്ടെന്ന് പറയാൻ പാടില്ല. ഒരാള് തന്നതല്ലേ, കുടിക്ക. വേഗം പിടിക്കും. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കരയാനൊന്നും വയ്യേ. ഈ കാണുന്ന സ്വത്തിന് എല്ലാ അവകാശം ഇവള് മാത്രം. അവനാടി ചെറുക്കൻ. നീ നോക്ക്, നന്നായി നോക്ക്. നിനക്ക് ഇഷ്ടായോ? അയ്യോ, പെണ്ണിനെ നോക്കാൻ പറ. ആ ശരി. എടാ മോനെ, എന്താ? നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എവിടെ നോക്കണമെന്നാ? എന്തിനു നോക്കണം? ഒന്ന് വെറുതെ ഒന്ന് നോക്കടാ മോനെ. ഞാൻ നോക്കില്ല, നിങ്ങളുടെ മോനോട് പറ. എടാ, ഞാൻ നോക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞതാ. ഇനി നോക്കേണ്ട ആള് നീയാ. എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പോയി അവിടെ നിന്നോളാം. നിങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ടൊക്കെ വന്നാ മതി. നിക്കടാ, കുറച്ചു നേരം കൂടി നിക്ക്. അത് പിന്നെ അവിടെ നീല ചുരിദാറിട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ചിനെ നീ കണ്ടായിരുന്നോടാ? കണ്ടായിരുന്നു. എന്താ അതിന്? നിനക്ക് ഇഷ്ടായോടാ? അമ്മേ, എന്താ അമ്മേ ഇത്? മരിച്ച വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്? അതെ, നിനക്ക് ഗുണമുള്ള കാര്യം തന്നെയാ. ചോദിക്കേണ്ട കാര്യോ? അതേന്നെ, കല്യാണപ്രായമായ മോനോട് പെണ്ണിനെ കാണിച്ചു തന്നിട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്നല്ലേ അമ്മ ചോദിച്ചുള്ളൂ. എന്നുവെച്ചാ? എന്ന് വെച്ചാ നീ ഇവിടെ വന്നിരിക്കുന്നതേ ആ അപ്പൂപ്പനെ കാണാനല്ല, പെണ്ണ് കാണാൻ വേണ്ടിട്ടാ. ഗോവിന്ദ ഗോവിന്ദ, എന്നെ ഒന്ന് രക്ഷിക്കു ഗോവിന്ദ, ഈ വീടിനെ ഒന്ന് രക്ഷിക്കു ഗോവിന്ദ. നരസിംഹ, അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ വിളിക്കോ? നരസിംഹ. ആഹാ, എന്റെ പേര് ഞാൻ തന്നെ കേട്ടിട്ട് എത്ര വർഷമായി. അത് ഞാൻ തന്നെ മറന്നുപോയി. ഓർമ്മിപ്പിച്ചതിന് നന്ദി. അതെന്താ അങ്ങനെ? ഈ നാട്ടിൽ ആരും എന്റെ പേര് വിളിക്കാറില്ലല്ലോ. വിളിച്ചാ തന്നെ കനകരത്നത്തിന്റെ ഭർത്താവ് എന്നല്ലേ വിളിക്കാറ്. അതിരിക്കട്ടെ നരസിംഹ, എപ്പ നോക്കിയാലും ആ എണ്ണ ബോട്ടിലിൽ നിന്ന് എണ്ണ കുടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? അത് എണ്ണയല്ല. പിന്നെ അത് മേലുവേദന മാറാനും ശരീരബലത്തിനും സഞ്ജീവനി കഷായോ. സഞ്ജീവനി കഷായോ? അതേന്നേ, എല്ലാ ദിവസവും ഈ കഷായം കുടിച്ചാലുണ്ടല്ലോ മേലുവേദന എല്ലാം മാറും, മസിലിനൊക്കെ പവറും. അങ്ങനെയാണോ? എന്നാ എനിക്കൂടെ കുറച്ച് താന്നേ.
എനിക്കും കൈക്കും കാലിനും പുറത്തൊക്കെ നല്ല വേദനയാ. അയ്യോ, ഇത് പെണ്ണുങ്ങൾക്കുള്ളതല്ല. ആ നോണ പറയണ്ട. നിങ്ങളുടെ ഭാര്യയെ പോലെ ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ എനിക്കൂടെ താന്നേ. ആ, എന്നാ ഒഴിച്ചേക്കാം. ഇവർക്ക് എന്താ പറ്റുന്നേന്ന് നോക്കാലോ. ആ ഒഴിക്കെ ഒഴിക്കെ ഒഴിക്കെ. നാക്കിലൊക്കെ ഒരു തരിപ്പ് പോലെ, പക്ഷെ നന്നായിട്ടുണ്ട്. എവിടെ ആ ബോട്ടിലിങ് തന്നെ നോക്കട്ടെ. നല്ല വാസനയുണ്ട്. അടിപൊളി. എന്റെ ശരീരവേദനയ്ക്ക് നീ തന്നത് പോരാ, ഇതിങ്ങനെ കുടിച്ചേക്കാം. അയ്യോ ശ്രീലക്ഷ്മി അമ്മേ, എന്താ ഇത്? എന്താ എന്താ കാണിക്കുന്നേ? പറയുന്ന കേക്ക്. അയ്യോ ഞാനല്ല. എടിയിലേതേ, ജോലി ചെയ്ത് ചെയ്ത് ദേഹത്തിനൊക്കെ നല്ല വേദന എന്ന് പറയാറില്ലേ? ദേ നോക്ക്, സഞ്ജീവനി കഷായം നിന്റെ അമ്മായിയച്ഛൻ ഒറ്റയ്ക്ക് കുടിക്കുക. ഇന്നാ പിടിച്ചേ. ഇനി മുതല് നീ ഒരു ഗ്ലാസ് കഷായം ദിവസവും കുടിക്കണം. ഞാനില്ലാതായ നിന്നെ നോക്കാൻ ആരാ ഉള്ളേ? ദേ ഇത് കുടിക്കാൻ നോക്ക്. ആ നല്ലതാ മോളെ, കുടിക്ക് കുടിക്ക് കുടിക്ക്. കുടിച്ചാ മതി. നിർത്ത് നിർത്ത്. എന്താ ഈ കാണിക്കുന്നത്? കുടിച്ചാലുണ്ടല്ലോ വലിയ പ്രശ്നമാ. തീർന്നു, എന്റെ എല്ലാ കളിയും തീർന്നു. നോ 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 നോ, ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ പോവാ. എന്താ അതും പറ്റിയില്ലെങ്കിൽ സന്യാസെങ്കിലും ആവും. പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. അയ്യോ അയ്യോ അയ്യോ, ഇത്രയും വലിയൊരു അന്യായം നിങ്ങൾ എന്നോട് ചെയ്തത്. ലോകത്തിൽ ഇത്രയും വലിയൊരു ക്രൂരത വേറൊന്നും ഉണ്ടാവില്ല. ലോക ചരിത്രത്തിലും ഇതുപോലൊരു ക്രൂരത ആദ്യമായിട്ട് കാണുന്നേ. എടാ ഗോവിന്ദ, നിർത്തുന്നുണ്ടോ? എന്തിനാണ് വെറുതെ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്നോട് നിനക്ക്. ഇപ്പൊ എന്തുണ്ടായിട്ടാ? ഇനി എന്തുണ്ടാവാൻ അമ്മേ? നിങ്ങൾ ഇതുപോലെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിന് മാത്രം എന്ത് പ്രശ്നം ഇപ്പൊ ഉണ്ടായേ? നീ ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നുമില്ല തിരുപ്പതി, നിന്റെ അമ്മയെ നിന്റെ അനിയനെ പെണ്ണ് കാണാൻ പോയിട്ട് കൊണ്ടിരുന്ന വഴിയാ. അതിന്റെ കോലാഹലമായി കാണുന്നോക്കെ. എന്താടാ ഗോവിന്ദ ഇത്? പെണ്ണ് കാണുന്ന നിനക്കെന്താ പുതിയ കാര്യമാണോ? ഇപ്പൊ തന്നെ ഒരു ഡസന്റെ മേളിൽ നീ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഒക്കെ പറഞ്ഞാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ. എന്നിട്ട് നീ ഇവിടെ കിടന്ന് വെറുതെ ഓവർ ആക്ടിങ് ചെയ്തോണ്ടിരിക്കുക. എടാ, എന്റെ വേദന അറിയാതെ നീ സംസാരിക്കുന്നേ. എന്നോട് കാണിച്ച അന്യായം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. കരയാതെടാ മോനെ, ഇതൊക്കെ നമ്മള് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാടാ മോനെ. നീ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. ആണുങ്ങൾക്ക് കല്യാണം എന്ന് പറഞ്ഞ പണിഷ്മെന്റാ. പെണ്ണ് കാണാൻ പോകുന്ന കാര്യം മഹാ കഷ്ടവാ. അതുകൊണ്ടല്ലേ നിനക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടൊന്നും അല്ല അച്ഛാ, ഇവര് പെണ്ണ് കാണൽ അറേഞ്ച് ചെയ്ത സാഹചര്യം തന്നെ മോശമായിരുന്നു. അയ്യോ, അത് ആലോചിക്കുമ്പോ തന്നെ കത്തിയെടുത്ത് എന്റെ നെഞ്ചിൽ ഞാൻ തന്നെ കുത്തുവച്ചാ. ഒരു പെണ്ണ് കാണാൻ പോയതിന് ഇത്ര കിടന്ന് ബഹളം വെക്കണ എന്തിനാ? അതെ, ഇവരെല്ലാവരും കൂടി എന്നെ മരിച്ച വീട്ടിലെ പെണ്ണ് കാണാൻ കൊണ്ടുപോയത്. മോനെ, പൊന്നു മോനെ. കനക, ഇവരുടെ വിസില് നമുക്ക് വേണേ സഹിക്കാം. പക്ഷെ മരണ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നത് മഹാ കഷ്ടമല്ലേ കനകം? അതിലെന്ത് തെറ്റാ ഉള്ളത്? പണ്ടുള്ളവര് പറയാറില്ലേ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് അങ്ങ് സ്വർഗത്തിലാ നടക്കുന്നേന്ന്. മരിച്ചവരൊക്കെ അങ്ങ് സ്വർഗത്തിലല്ലേ പോകുന്നേ. അതുകൊണ്ടാ ഞങ്ങൾ അവനെ അങ്ങോട്ട് പോയി പെണ്ണ് കാണിച്ച്. ആ അതെ അതെ, ആ കിളവൻ മരിക്കുന്നതിന് മുമ്പേ എല്ലാ സ്വത്തുക്കളും ആ പെണ്ണിന്റെ പേരിൽ എഴുതിയിട്ടാ പോയത്. പാക്കും വെറ്റിലേം വരെ അവര് കല്യാണത്തിന് എടുത്തു വെച്ചതാ. ഇവനാ അവിടുന്ന് ഓടിപ്പോന്നത് പേടിച്ചിട്ട്. മുത്തശ്ശി, നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നുകളയും. അത് കല്യാണത്തിന് വെച്ച വെറ്റിലി അടയ്ക്കൊന്നുമല്ല, ശവത്തിന് പൂജ ചെയ്യാൻ വെച്ച വെറ്റിലി അടയ്ക്കുവാണ്. ഇത് ഇങ്ങോട്ട് നോക്ക്. ശവത്തിന്റെ മേലെ ഇടാൻ വെച്ചിരുന്ന പൊരിയാണ് ഇവരെടുത്തോണ്ടെന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. എടാ, തറയിൽ വീണ സാധനം പോലും കളയരുന്ന നിന്റെ അമ്മയുടെ കൺസെപ്റ്റ്. ആദ്യം നീ വിഷയത്തിലേക്ക് വാ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മരിച്ച വീട്ടിൽ പെണ്ണ് കാണാൻ കൊണ്ടുപോയ പോലെ നാളെ ശവപ്പറമ്പിൽ വെച്ച് കല്യാണം നടത്തുമല്ലോ.
കല്യാണം മരിക്കുന്ന പോലെ തന്നെയാ, വ്യത്യാസമൊന്നുമില്ല. മരിച്ചാലും ഞാൻ അറേഞ്ച് മാരേജ് ചെയ്യില്ല. ഇത് സമ്മതിക്കാതെ ഒരു വഴിയുമില്ല. നീ സമ്മതിച്ചില്ലേ ഞാൻ തൂങ്ങിച്ചാവും. എന്താമ്മ ഭീഷണിയാണോ? അല്ല, സത്യടാ പറയുന്നത്. ഞാൻ കാണിച്ചു തരുന്ന പെണ്ണിനെ അല്ലാതെ വേറെ ആരെങ്കിലും നീ കെട്ടിയാ എന്റെ ശവം കാണും. നീ ഓർമ്മയിൽ വെച്ചോ. എന്തിനാടാ നിന്റെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനുണ്ടാവില്ല. എന്താ എല്ലാവരും ഭീഷണിപ്പെടുത്തിട്ട് പോകുന്നേ? നിനക്ക് നിന്റെ അമ്മ കൊണ്ടുവരുന്ന കല്യാണം പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ഹായ് മാഡം, ഗുഡ് മോർണിംഗ്. ന്യൂ പ്രോഡക്റ്റ് വളരെ നല്ലതാണ്. പ്ലീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇതിൽ ലിച്ചി ഫ്ലേവർ ഉണ്ട്, മാംഗോ, പിന്നെ സ്ട്രോബെറി ഫ്ലേവർ. ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ. ആ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മേ, ഞാൻ വരുന്നില്ലെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് സാധനം വാങ്ങാൻ കൂട്ടിക്കൊണ്ടു വന്നേ? സത്യം പറ, എവിടെയും പെണ്ണ് കാണാൻ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എടാ, സൂപ്പർ മാർക്കറ്റിലൊക്കെ ആരാടാ പെണ്ണ് കാണാൻ പോവാ? നീ ഇങ്ങോട്ട് വന്നിരുന്നാ. അകത്തേക്കൊന്നും ഞാൻ വരില്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. മരിച്ച വീട്ടിലെ ശവത്തിന്റെ മുന്നിൽ വെച്ച് പെണ്ണുകൾ നടത്തിയവരാ നിങ്ങള്. എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾ പെണ്ണുകൾ നടത്തും. അങ്ങനെയൊന്നും അല്ലടാ മോനെ, നീ വാ. മര്യാദയ്ക്ക് എന്റെ സൈക്കിളിന് 2000 രൂപ തന്നോ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പൈസ കിട്ടാൻ പോണില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവാൻ വാ. ഇത് അവളല്ലേ? അവള് തന്നെയമ്മേ. അയ്യോ, ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ പോയാ അവളും എന്റെ അമ്മയും തമ്മിൽ നടന്ന പ്രശ്നം കാരണം എന്നോട് അവൾ സംസാരിക്കില്ല. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. പുതിയ പ്രൊഡക്റ്റാ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാ വാങ്ങിച്ചാ മതി. എന്താടി സാമ്പാറ്? ഈ സാമ്പാർ സാധം വിൽക്കാൻ നടക്കാതെ നീ എന്താ ജെല്ലി വിൽക്കാൻ നടക്കുന്നേ? ജെല്ലി വിറ്റാലും ഞാൻ നല്ല രീതിയിൽ തന്നെയാ ജീവിച്ചോണ്ടിരിക്കുന്നെ. നിങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ സൈക്കിൾ ഇടിച്ചിട്ട് അവരോട് തന്നെ കാശ് ചോദിക്കാൻ പോകുന്നില്ല. അല്ല, നീയല്ല എന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2000 രൂപ എണ്ണി വാങ്ങിച്ചത്. എന്റെ സൈക്കിള് നിങ്ങൾ ഇടിച്ചോണ്ടാ ഞാൻ 2000 രൂപ വാങ്ങിയേ. എന്റെ കയ്യിൽ നിന്ന് നീ കാശ് വാങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പൊ മോള് ഇവിടെ എന്താ നടക്കാൻ പോകുന്നെന്ന് നോക്കിക്കോ. ഈ ഷോപ്പിന് ഫിനാൻസ് കൊടുക്കുന്നത് ഞാനാ. ഞാനൊരു വാക്ക് പറഞ്ഞ നിന്റെ ജോലി തെറിക്കും. നോക്കിക്കോ. ഇതെന്താ കളക്ടർ ജോലിയാണോ? ജോലി പോയിട്ട് കരഞ്ഞോണ്ടിരിക്കാൻ എന്നായിരിക്കും അവള് വിചാരിക്കുന്നത്. അങ്ങനെയല്ല മുത്തശ്ശി, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതല്ല. ഞാൻ ഈ ജെല്ലി പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി പാർട്ട് ടൈം പ്രോഡക്റ്റ് പാർട്ട്ണറായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിന്റെ അഹങ്കാരാ? നിന്റെ ഈ അഹങ്കാരൊക്കെ എന്നെങ്കിലും ഒരിക്കല് ഒരിടത്ത് അവസാനിക്കും മോളെ. നിന്റെ അഹങ്കാരം ഞാൻ മാറ്റി തരുന്നുണ്ട്. സെയിം ടു യു. എന്താടി? അതായത് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. എന്നുവെച്ചാ എന്റെ അഹങ്കാരം നീ കുറയ്ക്കുന്നാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഹായ് മാഡം. ഹായ്.
ആ അമ്മയുടെ കൂടെ അകത്തേക്ക് പോകാതിരുന്നത് വളരെയധികം നന്നായി. നിനക്ക് എന്താ? ഞാൻ എവിടെ പോയാലും എന്റെ പുറകെയാണല്ലോ. ഞാൻ വരുന്ന സ്ഥലത്തൊക്കെ നീയാ വന്ന് നിൽക്കുന്നേ. തലക്ക് സുഖമില്ലേ നിനക്ക്? തലയ്ക്ക് സുഖമില്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്കല്ലേ പോവാ? സൂപ്പർ മാർക്കറ്റിലേക്ക് ആരെങ്കിലും വരുമോ? നിന്റെ ഈ വാചകാടിയൊക്കെ എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. നിന്റെ അച്ഛൻ പോലീസാണെന്നല്ലേ പറഞ്ഞ? പിന്നെന്തിനാ നീ ഇവിടെ ജോലി ചെയ്യുന്നേ? അപ്പോ നിന്റെ അച്ഛൻ പോലീസാണെന്ന് കള്ളം പറഞ്ഞാണല്ലേ? എന്താ പോലീസുകാരുടെ മോൾക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാലോ, പക്ഷെ ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? എന്റെ അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയട്ടെ? അത് വേണ്ട, അദ്ദേഹം വളരെ ബിസി ആയിരിക്കുന്നേ. എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എങ്കിൽ നീ വന്ന കാര്യം പോയി ചെയ്യ്, എന്നെ ശല്യം ചെയ്യരുത്. നിന്റെ പേരെന്താണെന്ന് പറയൂ. ഇനി നീ മിണ്ടിയാ ഷോപ്പ് മാനേജറോട് നീ എന്നെ ശല്യം ചെയ്യാന്ന് കംപ്ലൈന്റ് ചെയ്യും. അടിച്ചു നിന്നെ പുറത്താക്കും. അയ്യോ, നോ ഡിസ്റ്റർബൻസ്. ഐ ആം വെരി ഡീസന്റ് ഫാമിലി, യു നോ. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തന്നുവിട്. ഇവരോട് കടം വാങ്ങണ സമയത്ത് മാസം വീട്ടിലേക്ക് വാങ്ങണ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ തലയാട്ടിയതാ. പക്ഷെ ഈ ലിസ്റ്റ് കാണുമ്പോ ആവശ്യത്തിൽ കൂടുതൽ സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ട് വിൽക്കുവാണെന്ന് സംശയമുണ്ട്. അല്ല, നിങ്ങളെന്താ ആലോചിക്കുന്നേ? വേഗം എടുത്ത് വെക്ക്, നല്ല തിരക്കുള്ളതല്ലേ. ഞാൻ വേഗം എടുത്ത് വെക്കാം. എന്റെ കാര്യം തീരുമാനമായി. എന്റെ ദൈവമേ, മോഷ്ടിക്കാനായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി? കള്ളൻ 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 കള്ളൻ! എല്ലാരും ഓടി വാ! മാനേജർ സാർ പെട്ടെന്ന് വാ, കള്ളിയെ പിടിച്ചു. ഹലോ മാനേജർ സാർ, പെട്ടെന്ന് വാ. ഈ സ്ത്രീ ഒന്ന് നോക്കൂ സാർ, കടയിലുള്ള സാധനങ്ങളെല്ലാം കട്ടെടുത്ത് വെച്ചേക്കുവാ. എടി, ആര് കട്ടെന്നാ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നിങ്ങള് കള്ളിയാ. നിങ്ങള് കട്ടെടുക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എടി, എന്തിന്റെ അഹങ്കാരടി നിനക്ക്? എന്റെ അമ്മേനെ കള്ളിയാക്കാൻ നോക്കണോ നീ? ഞാൻ കള്ളിയാക്കാൻ നോക്കിയതല്ല. ദാ ഇവര് തന്നെയാ എല്ലാ സാധനങ്ങളും എടുത്തൊളിപ്പിച്ച് വെച്ചേക്കുന്നേ. ദാ നോക്കിക്ക്. എന്റെ പൊന്നമ്മേ, നിങ്ങൾക്കൊരു ലിസ്റ്റ്, നിങ്ങളുടെ അമ്മയ്ക്കൊരു ലിസ്റ്റ്. ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങാനായിട്ടേ നിങ്ങളോട് ഞാൻ ഒരു 50 ലക്ഷം രൂപ കടം വാങ്ങിയതിന്റെ പാപമാണ് ഞാനിപ്പോ ഈ പലിശയായിട്ട് അടച്ചോണ്ടിരിക്കുന്നത്. വീട്ടിലോട്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പക്ഷേ ഉണ്ടല്ല, ഇതുപോലെ അമ്മേനെ കൂട്ടിട്ട് വന്നിട്ട് ഇമാതിരി കള്ളത്തരം കാണിക്കുന്നൊക്കെ എനിക്കിത് ഇപ്പോഴാ മനസ്സിലായത്. എന്തൊക്കെയാലും വലിയ സന്തോഷമായിട്ടാ. നാളെ ഞാൻ എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണ പണം തിരിച്ചു വരും. ഇനി എന്റെ കടയുടെ പരിസരത്തേക്ക് പോലും വന്നേക്കരുത്. എന്തൊക്കെയായാലേ ഇത്രയും പ്രായമുള്ളൊരു തള്ളയായതുകൊണ്ട് പോലീസിലേക്കൊന്നും പിടിച്ചേൽപ്പിക്കാൻ ഞാൻ പോകുന്നില്ല. ഈ പ്രാവശ്യം വെറുതെ വിടുക. എന്റെ പൊന്നെ, സമ്മതിക്കണം നിങ്ങളെ. CCTVക്ക് പോലും പിടികൊടുക്കാതെ ഇത്ര നാള് നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ കൊണ്ടുപോയത്? എന്തൊക്കെ കൊണ്ടുപോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഈ പെങ്കോച്ച് വിളിച്ച് കാണിച്ചു തന്നിട്ട് മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്.